ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരുവിധ ഐറ്റംസ് ഒക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷേ ബീഫ് ചില്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും റെസ്റ്റോറൻറ്റിലേക്ക് ഓടുന്ന ആൾക്കാരല്ലേ കൂടുതൽ. കാരണം എന്താ, ബീഫ് ചില്ലി അതേ ടേസ്റ്റിലൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ അധികം കിട്ടാറില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളത് ഈ ബീഫ് എല്ലാം മാരിനേറ്റ് ചെയ്ത് എണ്ണയിലിട്ട് പൊരിച്ച് ഒരു BDF ആക്കി അതിനെ ചില്ലി ആക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അതല്ലാതെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കുറേ കൂടെ എളുപ്പത്തിലൊരു സാധനം ഉണ്ടാക്കിയാലോ, അതേ ടേസ്റ്റ് തന്നെയാണ്, അതേ ബീഫ് ചില്ലി തന്നെയാണ്, പക്ഷേ എണ്ണയിട്ട് പൊരിക്കാത്തൊരു ഐറ്റം. അപ്പോൾ നമ്മുടെ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫ് കയ്യിലെടുത്തോ. അത് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അത് നമ്മൾ കുക്കറിലിട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് വേണ്ട ഉപ്പായിട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു 2 ടീസ്പൂൺ പെപ്പറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോ. ഞാൻ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 4 വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു മീഡിയത്തിൽ ഒരു 4 വിസിലും അടിച്ചെടുക്കണം. അപ്പോൾ ബീഫ് അവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 2 സവാള തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തിന്നായിട്ടല്ല, അത്യാവശ്യം തിക്കായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം തൊണ്ടൊക്കെ കളഞ്ഞ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും നമ്മുടെ ബീഫ് അവിടെ ആയിട്ടുണ്ടാവും. അപ്പോൾ ബീഫ് ഒന്ന് ആറിയതിന് ശേഷം നല്ല തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ മീറ്റ് കട്ട് ചെയ്ത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ വേവിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബീഫ് എല്ലാം കട്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാൻ എടുത്ത് അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ആദ്യം തന്നെ ഒന്ന് എണ്ണ ചൂടായി വന്നതും നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നത് നമ്മൾ തിക്കായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിക്കൊന്ന് സോട്ട് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് വറുത്ത് വരുമൊന്നും വേണ്ട, നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിൽ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ലാസ്റ്റ് വരുന്ന തണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബീഫും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വന്നതും തന്നെ നമ്മൾ ഇതിലോട്ട് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂണോളം സോയ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചില്ലി സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, ഗ്രീൻ ചില്ലി ആയാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടവർക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ച് അജിനോമോട്ടോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നല്ല രീതിക്ക് ഒന്ന് സോട്ട് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ചതിൻ്റെ ബാക്കി വന്ന സ്റ്റോക്ക് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്റ്റോക്ക് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെയ്യുന്നത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ചൈനീസ് കുക്കിംഗ് അല്ല, ഹൈ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല കിഡിലൻ ചില്ലി ബീഫ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.